മഅരിഫത്തും ഇൽമും തമ്മിൽ വ്യത്യാസമുണ്ട്. മഅരിഫത്ത് നമുക്ക് എങ്ങനെയോ കിട്ടുന്ന അറിവാണ്. ഇൽമ് അധ്വാനിച്ചുണ്ടാക്കേണ്ട സംഗതിയാണ്, അധ്വാനിച്ചുണ്ടാക്കുന്ന സംഗതിയാണ്. നിങ്ങൾ അല്ലാഹുവിനെ അധ്വാനിച്ച് സമയമെടുത്ത് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും അന്നഹു എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no deity worthy of worship except Allah. You have to learn it. നിങ്ങളത് മനസ്സിലാക്കണം, പഠിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് വെറുതെ പറയല്ല. എന്തുകൊണ്ട് അല്ലാഹു ഏകനാണ്, എന്തുകൊണ്ട് പടച്ച തമ്പുരാനാണ് സൃഷ്ടാവ്, അത് നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കി ബോധിക്കണം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് അർത്ഥം ശരിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ദിക്ർ ചൊല്ലി നോക്കി, ഭയങ്കര പോസിറ്റീവ് പവർ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നത്. നമ്മൾ അല്ലാഹു അക്ബർ ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിൻ്റെയൊക്കെ ആശയം മനസ്സിലാക്കി ചൊല്ലി നോക്കൂ, ഭയങ്കര പവറാണത്. ഇത്രമേൽ പോസിറ്റീവ് എനർജി നൽകാൻ കഴിയുന്ന, സ്പിരിച്വാലിറ്റി നൽകാൻ കഴിയുന്ന വാക്കുകൾ അള്ളാഹിൻ്റെ ഭൂമിയിലില്ല. നമ്മളൊന്നും അറിയാതെ വെറുതെ എണ്ണം തേക്കാൻ വേണ്ടി ഇങ്ങനെ ചൊല്ലുകയാണ്. എണ്ണം തേക്കലാണ് നമ്മുടെ പണിയെങ്കിൽ ആ എണ്ണ തികയുള്ളൂ, അതിൻ്റെ വണ്ണം കിട്ടില്ല. അള്ളാഹു നോക്കുന്നത് ക്വാളിറ്റിയിലേക്കാണ്. എണ്ണവും വേണം, വണ്ണവും വേണം, രണ്ടും വേണം. എണ്ണം മാത്രമായി പോകരുത്. എണ്ണം തേക്കുക, അതിന് മാത്രം ചൊല്ലിയാണ് പടപടാച്ചിട്ട് ചൊല്ലുക, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടോ ചൊല്ലല് 33 തേക്കാൻ വേണ്ടിയിട്ട്. സമയമില്ലെങ്കിൽ 10 ചൊല്ലിയാൽ മതി. 33 സമയമല്ല, 15 ചൊല്ലാൻ പറ്റുള്ളൂ, അവിടെ നിർത്തിക്കോളൂ എന്നല്ലാതെ അത് ചടപടാന്ന് വെച്ചിട്ട് അർത്ഥമില്ലാതെ അർത്ഥശൂന്യമായിട്ട് ഓതിപ്പോവണ്ട. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അളമത്തും അള്ളാഹുവിൻ്റെ മഹത്വവും നമ്മുടെ കൽബിലേക്ക് വരുള്ളൂ. അതിനല്ലേ ദിക്റെല്ലാം പറയുന്നത്. നമ്മുടെ ദിക്ർ അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കാനുള്ളതാണ്. അമ്പിയാക്കന്മാർ മുഴുവൻ അതാണ് പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹു ഖാഹിറാൻ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه